ജീവധാരയിൽ മനുഷ്യനും പശുക്കളുമായുള്ള ബന്ധം ഭാരതീയ സംസ്കൃതിയുടെ അമൂല്യമായ സ്വത്വം തന്നെയാണ്. ആരോഗ്യ പരിപാലനത്തിനായി കാലികളെ പോറ്റാനും അവയെ ജീവിതത്തിന്റെ ഭാഗമായി മാറ്റാനുമുള്ള സാമൂഹികമായ ദർശനം ഒരുപക്ഷെ ഭാരതീയന്റെ മറം പൈതൃക സ്വത്തായി കരുതാം. പാൽ ഉത്പാദനത്തിന്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തതയിൽ എത്തിയിട്ടില്ലെങ്കിലും പാലിന്റെ ഉപഭോഗ കാര്യത്തിൽ കേരളം മുൻപന്തിയിൽ തന്നെ. കാമാരങ്ങൾക്കൊപ്പം ആധുനിക ശാസ്ത്രീയ രീതികളുടെ ചുവട് പിടിച്ച് പശുപരിപാലനം ജീവിതവൃത്തിയാക്കി മാറ്റിയ ഒട്ടേറെ കർഷകർ ഇന്ന് സംസ്ഥാനത്തുണ്ട്. കാലി വളർത്തലിലെ പരമ്പരാഗത രീതിയിൽ നിന്നുമുള്ള ഇത്തരം മാറ്റം ക്ഷീരോത്പാദനത്തിലുണ്ടാക്കിയ നേട്ടം ശ്രദ്ധേയമാണ്. ഈ കാഴ്ചപ്പാടിലൂടെ ജീവിതഗതിയെ മാറ്റിമറിച്ച് വിജയഗാഥ കയ്യാളിയ ക്ഷീര കർഷക സഹോദരരാണ് തിരുവനന്തപുരം ജില്ലയിലെ വർക്കല അയിലൂർ അംലാദ് ഭവനിലെ ഹംദും ഹംലാലും അഷ്റഫും. സാധാരണ രീതിയിൽ കണ്ടുവരുന്ന തൊഴുത്തോ തൊഴുത്തിൽ ബന്ധനസ്ഥരായി നിൽക്കുന്ന ഗോക്കളോ ഇവരുടെ അച്ചൂസ് ഡയറി ഫാമിൽ കാണാനാവില്ല. ഇവിടെ പശുക്കൾ സർവതന്ത്ര സ്വതന്ത്രരാണ്. കഴുത്തുകയറോ മൂക്കുകയറോ ഒന്നുമില്ലാതെ പ്രകൃതിയുടെ മടിത്തട്ടിൽ അലസം വിഹരിക്കുന്ന ഈ കാലിക്കൂട്ടം ഹമദിന്റെയും ഹംലാദിന്റെയും അഷറഫിന്റെയും കുടുംബാംഗങ്ങളായി ഇവിടെ മാറുമ്പോൾ മൂവരുടെയും കുടുംബത്തിന്റെ ജീവസന്ധാരണത്തിനായി ഈ പശുക്കളേകുന്ന സഹായവും ഏറെ വലുതു തന്നെ. അറബ് നാട്ടിലെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയ ഹമദും ഹംലാദും അഷ്റഫും 10 വർഷം മുമ്പാണ് ക്ഷീര കാർഷിക മേഖല സ്വയം തെരഞ്ഞെടുത്തത്. സാധാരണ രീതിയിൽ ആരംഭിച്ച പശു വളർത്തൽ പിന്നീട് ക്ഷീരവികസന വകുപ്പിന്റെ സഹായത്താൽ കൂടുതൽ വിപുലീകരിക്കണം. സബ്സിഡി അടക്കമുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമായതോടെ പശു വളർത്തൽ തങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുകയായിരുന്നു ഈ സഹോദരങ്ങൾ. തുടർന്ന് ഇവർ ചിന്തിച്ചത് പശുപരിപാലനത്തിലെ നൂതന സാങ്കേതിക സംവിധാനങ്ങളെ പറ്റിയായിരുന്നു. അതിനുള്ള വിദഗ്ധ ഉപദേശം കൂടി ലഭിച്ചതോടെ സ്വന്തമായുള്ള 5 ഏക്കർ കൃഷിഭൂമിയിൽ ഒരു ഡയറി ഫാമിന്റെ സാധ്യതയെ ഇവർ തിരിച്ചറിയുകയായിരുന്നു. ഒരേക്കറോളം വരുന്ന ഭൂമി പ്രത്യേകമായി തിരിച്ചുകൊണ്ട് ടിൻഷീറ്റ് പാകിയ മേലാവരണമിട്ട് 100ഓളം പശുക്കൾക്ക് സ്വതന്ത്രമായി വിഹരിക്കാനാകുന്ന ഒരു ഗോശാല തീർത്തു. പ്രകൃതിയുടെ നിതാന്ത പച്ചപ്പിൽ കാറ്റും വെളിച്ചവും യഥേഷ്ടം കയറിയിറങ്ങുന്ന ഈ വിശാലമായ തുറന്ന തൊഴുത്തിൽ ഇപ്പോൾ 30-ലേറെ വരുന്ന നന്ദിനിമാരാണുള്ളത്. അതും ക്ഷീരോത്പാദന ശേഷിയിൽ മുൻനിരക്കാരായ ഹോൾസ്റ്റീൻ ഫ്രീഷ് ജേഴ്സി ധനദിനങ്ങൾ തന്നെ. ഞാനും എൻ്റെ സഹോദരൻ 2 സഹോദരന്മാരുണ്ട്. രണ്ടുപേരും ദുബായിലായിരുന്നു. ഏകദേശം ഞാനൊരു 18 വർഷത്തോളം ഉണ്ടായിരുന്നു. എൻ്റെ സഹോദരങ്ങളും അതേ കാലയളവോളം അവിടെ ഉണ്ടായിരുന്നു. അതായത് നാട്ടിൽ വന്ന് എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് തുടങ്ങിയതാണ് 10 വർഷത്തിന് മുമ്പ്. ആദ്യം ഒരു ചെറിയ രീതിയിൽ തുടങ്ങി. ഇപ്പോൾ ഞങ്ങൾക്കൊരു 10-30 പശുക്കളുണ്ട്. ഇപ്പോൾ എല്ലാം ഫ്രീ സ്റ്റാൾ രീതിയിൽ പാർലറോട് ചെയ്തിരിക്കുകയാണ്. എല്ലാം ഞങ്ങൾക്ക് തന്നെ ജോലി ചെയ്ത് പോകാൻ വേണ്ടി. ഞങ്ങൾക്ക് ഹോൾസ്റ്റൻ ഫ്രീഷ്യൻ ജേഴ്സി ഇനത്തിലായി 30ഓളം പശുക്കളും 4-5 കിടാരികളും ഉണ്ട്. പശു മുക്കേറില്ല, ഒന്നുമില്ല, അഴിഞ്ഞു നിൽക്കുകയാണ്. അഴിഞ്ഞു നിന്ന് പാർലറിൽ വന്ന് മിൽക്കിങ് കഴിഞ്ഞ് തിരിച്ച് അത് ഫീഡിങ് ഏരിയയിലേക്ക് പോകുന്ന ഒരു രീതി. അപ്പോൾ ഞങ്ങൾക്ക് പശുവിനെ കെട്ടേ അഴിക്കുക ഒന്നും വേണ്ട, അങ്ങ് വിട്ടിരുന്നാൽ മതി. അത്രയേ ഉള്ളൂ. ബന്ധനത്തിന്റെ വ്യവസ്ഥകളൊന്നുമില്ലാതെ സ്വാതന്ത്ര്യത്തിന്റെ നടപടികളാണ് ഈ പൈക്കൂട്ടങ്ങൾക്ക് ഇവിടെ എവിടെയും. ഓരോ പശുവിനും നടക്കുന്നതിനും നിൽക്കുന്നതിനും ആഹാരം കഴിക്കുന്നതിനും കിടക്കുന്നതിനും ഒക്കെ ഉതകുന്ന രീതിയിലുള്ള പശ്ചാത്തല സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അഡ്വാൻറ്റേജ് ഞങ്ങൾക്ക് വളരെ ഫാസ്റ്റായിട്ട് ജോലി എളുപ്പം ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ടൈറ്റ് സ്റ്റാളിൽ ചെയ്യുകയാണെങ്കിൽ ഒരു ഫുള്ള് ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കണം. തൊഴുത്തെല്ലാം വൃത്തികേടായിരിക്കും. പശു എന്നും കുളിപ്പിക്കേണ്ടി വരും, എന്നും വൃത്തികേടായിരിക്കും. ചാണകത്തിലും ഗോമൂത്രത്തിലും കിടന്ന് പശു ആകെ മോശപ്പെട്ട അവസ്ഥയായിരിക്കും. ഇതങ്ങനെയല്ല, പശു സ്വയം തിരഞ്ഞെടുക്കും പോയി കിടക്കേണ്ട സ്ഥലം. വൃത്തിയുള്ള സ്ഥലത്ത് അത് പോയി കിടക്കും. അപ്പോൾ എന്നും കുളിപ്പിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് അത് അഴുക്കുള്ള സമയത്ത് മാത്രമേ വൃത്തിയാക്കേണ്ട ആവശ്യമുള്ളൂ.
രണ്ടാമത് ഞങ്ങൾക്ക് പശു സ്വതന്ത്രമായി നിൽക്കുന്നതുകൊണ്ട് വെള്ളം കുടിക്കാനൊക്കെ അത് തനിയെ വയ്ക്കുള്ളൂ. ഞങ്ങൾ തീറ്റ കൊണ്ടുവന്ന് ഫീഡിങ് ഏരിയ കൊണ്ട് ഇട്ടാൽ മതി. വേറെ പണിയില്ല ഞങ്ങൾക്ക്. പശു സ്വയം കഴിച്ച് പോയി വെള്ളം കുടിച്ച് പോയി കയറി എവിടെയെങ്കിലും കിടന്നോളും. സ്വാതന്ത്ര്യത്തിന്റെ മേച്ചിൽപ്പുറങ്ങളിലൂടെ വിഹരിക്കുന്ന ഈ പൂവാലികൾക്ക് അകിടുവീക്കം, കുളമ്പ് രോഗം തുടങ്ങി സാധാരണ കണ്ടുവരുന്ന രോഗബാധകളൊന്നും തന്നെയില്ല. കാരണം ചാണകത്തിൽ ചവിട്ടിയുള്ള നിൽക്കലോ വൃത്തിഹീനമായ അവസ്ഥയിലുള്ള കിടക്കലോ ഇവിടില്ല എന്നത് തന്നെ. യഥേഷ്ടമുള്ള ചുറ്റിത്തിരിയലിലൂടെ വ്യായാമം ലഭിക്കുന്നതിനാൽ ദഹന പ്രക്രിയയും സുസാധ്യമാകുന്നു. ആയതിനാൽ ആമാശയ രോഗങ്ങളോ ഇതര ആരോഗ്യ പ്രശ്നങ്ങളോ ഇവയെ ബാധിക്കുന്നുമില്ല. മൂന്ന് ചെറുപ്പക്കാർ തുടങ്ങി വെച്ച ഒരു പ്രസ്ഥാനമാണ് അച്ചൂസ് ഡയറി ഫാം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഇവിടെ തൊഴിലാളികൾ ആരും തന്നെ ഇല്ല. ഇവർ 3 സഹോദരന്മാരും അവരുടെ കുടുംബവുമാണ് ഇത് മൊത്തം നടത്തിക്കൊണ്ടു പോകുന്നത്. ഇത് നമ്മുടെ വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഹോളണ്ട്, ജർമ്മനി മുതലായ രാജ്യങ്ങൾ കാണുന്ന പോലുള്ള ഒരു ഹൈടെക് ഫാമാണിത്. പ്രത്യേകത അനിമൽസിനെ സാധാരണ നമ്മൾ വീടുകളിൽ ചെയ്യുന്ന പോലെ കെട്ടിയിടുകയോ പാത്രത്തിൽ കലക്കിയുള്ള തീറ്റ കൊടുക്കുകയോ ഒന്നും ചെയ്യാതെ ഇത് ഫ്രീ ആയിട്ട് അയച്ചു വിട്ടിരിക്കുകയാണ്. ഇതിന് കൃത്യസമയത്ത് ഫീഡും സൈലേജ്, ഗ്രീൻ ഗ്രാസ് മുതലായ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. കറവ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് സംവിധാനമായ മിൽക്കിംഗ് പാർലറാണ് ഉപയോഗിക്കുന്നത്. ഇത് തികച്ചും ലാഭകരമായ രീതിയിലാണ് നടത്തിക്കൊണ്ടു പോകുന്നത്. ഏറ്റവും കുറഞ്ഞ ചിലവിൽ മാക്സിമം മിൽക്ക് പ്രൊഡക്ഷനാണ് ഇവരുടെ പ്രത്യേകത. ഇവിടെ പശുക്കൾ പൂർണ്ണമായി ചാണകത്തിൽ ചവിട്ടി നിൽക്കാത്തതുകൊണ്ടും നടന്നു നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു ഹൈജീനിക് ആയിട്ടുള്ള ഏറ്റവും നല്ല ക്ലീൻ മിൽക്ക് പ്രൊഡക്ഷന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ നമുക്കിവിടെ ഉപയോഗിക്കാൻ കഴിയും. ടീത്ത് ഡിപ്പിംഗ് മുതലായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അകിടുവീക്കം പൂർണ്ണമായി എന്ന് തന്നെ പറയാം ഒഴിവാകുന്നുണ്ട്. ഓരോ ആഴ്ചയിലും സബ് ക്ലിനിക്കൽ മാസ്റ്റേഴ്സ് ഉണ്ടോ എന്നറിയാൻ വേണ്ടി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടും ഫാർമേഴ്സ് കൃത്യമായി കാര്യങ്ങൾ നോക്കുന്നതുകൊണ്ടും അകിടുവീക്കം പൂർണ്ണമായി ഒഴിവാക്കുന്നുണ്ട്. അടുത്തുള്ളത് ഏറ്റവും പ്രധാന പ്രശ്നം ഹീറ്റായി നിൽക്കുന്ന പശുക്കളെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഈ കെട്ടിയിടാത്തതുകൊണ്ട്, നടന്ന് നിൽക്കുന്നതുകൊണ്ട് ഈ ഹീറ്റായിക്കുന്ന അനിമൽസ് മറ്റുള്ള പശുക്കളെ പുറത്ത് മൗണ്ട് ചെയ്യും. അപ്പോൾ അത് പെട്ടെന്ന് ഹീറ്റായി നിൽക്കുന്ന പശുക്കളെ ഇവർ കണ്ടുപിടിക്കാൻ കഴിയുന്നുണ്ട്. 1-2 പ്രാവശ്യത്തിൽ കൂടുതൽ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ഇവിടെ വേണ്ടി വരുന്നത് ഇതും ഒരു പ്രത്യേകതയാണ്. ഈ ഫാമിൻ്റെ ഒരു പ്രത്യേകതയാണ്. നന്നേ പ്രഭാതത്തിൽ തന്നെ അച്ചൂസ് ഡയറി ഫാം ഉണരുന്നു. ഹമദും ഹംലാലും അഷ്റഫും അവരുടെ പത്നിമാരായ നസീമയും ഷംലയും ഷൗബിയും ഫാമിലേക്ക് എത്തുകയായി. പിന്നെ തകുതിയായ പരിചരണം വരെ. ഒഴിവുവേളകളിൽ ഇവരുടെ മക്കളുണ്ട് സഹായത്തിന്. ദിവസവും 2 നേരമാണ് കറവ. പശുക്കളെ കറക്കുന്നതിനായി ആധുനിക സാങ്കേതിക സംവിധാനത്തോടെ തയ്യാറാക്കിയ മിൽക്കിംഗ് പാർലർ യൂണിറ്റാണ് ഫാമിലുള്ളത്. അകിടുകളെ പാൽക്കുടങ്ങളാക്കി ക്ഷീരവർഷം ചുരത്തുന്നതിനായി മിൽക്കിംഗ് പാർലർ യൂണിറ്റിലേക്ക് ഗോമാതാക്കൾ വരിവരിയായി നീങ്ങുന്ന കാഴ്ച ഏറെ കൗതുകകരം തന്നെ. ഇരുവശങ്ങളിലുമായി ഒരേ സമയം 6 പശുക്കളെ കറവയന്ത്രം ഉപയോഗിച്ച് കറക്കുന്നതിനുള്ള സംവിധാനമാണ് മിൽക്കിംഗ് പാർലർ യൂണിറ്റിലുള്ളത്. യൂണിറ്റിലേക്ക് എത്തുന്ന പശുക്കളുടെ അകിടും കുളമ്പുമൊക്കെ വൃത്തിയാക്കിയ ശേഷമാണ് കറവ ആരംഭിക്കുക. സ്വകാര്യ മേഖലയിൽ കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച പ്രഥമ മിൽക്കിംഗ് പാർലർ യൂണിറ്റാണ് ഹമദ്, ഹംലാദ്, അഷ്റഫ് സഹോദരങ്ങളുടേത്. $7 ലക്ഷത്തിലേറെ ചെലവ് ചെയ്ത് നിർമ്മിച്ച ഈ യൂണിറ്റ്
കറവ കാര്യക്ഷമമാക്കുകയും കൈക്കറവയിലെ കൂലിച്ചെലവില്ലാതാക്കുകയും ചെയ്യുന്നു. ഒരു മണിക്കൂർ കൊണ്ട് 25 പശുക്കളെ ഇവിടെ കറക്കാനാകുന്നു. ഒരേ സമയം 50 ലിറ്റർ പാൽ ഇവിടെയുള്ള പാൽ ശേഖരണ യൂണിറ്റിൽ സംഭരിക്കാനാകും. 50 ലിറ്ററിൽ കൂടുതൽ വരുന്ന പാൽ പൈപ്പ് വഴി മിൽക്ക് ക്യാനിലേക്ക് എത്തുന്നു. മിൽക്കിംഗ് പാർലർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് ഞങ്ങൾക്ക് 6 പശുവിനെ 10 മിനിറ്റ് കൊണ്ട് കറന്ന് മാറ്റാൻ സാധിക്കും. അതായത് ഞങ്ങളുടെ പാർലറിൽ ഒരേ സമയം 6 പശു കറന്ന് മാറാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ശുദ്ധമായ പാല്, കൈ കൊണ്ട് തൊടാത്ത വാക്വം ടാങ്കിലേക്ക് വരുന്ന ശുദ്ധമായ പാല്, അതൊക്കെയാണ്. ഫാസ്റ്റായിട്ട് കറവയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് പശുവിന് കറക്കാനായിട്ട് അതിനടുത്ത് പോയി ഇരിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് നിന്നുകൊണ്ട് തന്നെ എല്ലാം ചെയ്യാൻ സാധിക്കും, ഈസിയായിട്ട് ചെയ്യാൻ സാധിക്കും. അവിടെയുള്ള എന്തെങ്കിലും പ്രോബ്ലങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. അതെല്ലാം അഡ്വാൻറ്റേജ് ആണ് അതിൻ്റെ. മിൽക്ക് ക്യാനിൽ നിന്നും പാൽപാത്രങ്ങളിലേക്ക് മാറ്റുന്ന പാൽ ക്ഷീരോത്പാദക സൊസൈറ്റിയുടെ വിൽപ്പന കേന്ദ്രത്തിലേക്കും ഒപ്പം ഫാമിലുള്ള വിതരണ യൂണിറ്റിലേക്കും എത്തിക്കുന്നു. ദിനം പ്രതി എണ്ണമറ്റ ആവശ്യക്കാരാണ് സംശുദ്ധമായ പാൽ വാങ്ങാനായി ഫാമിലേക്ക് എത്തുന്നത്. പാൽ വിൽപ്പനയുടെ ഈ നേരങ്ങളിലും പാൽ ചുരത്താനുള്ള ഊഴവും കത്ത് കാമധേനുക്കൾ ക്യൂവിൽ നിൽക്കുന്നുണ്ടാകും. പാൽക്കറവ കഴിഞ്ഞാൽ മിൽക്കിംഗ് പാർലർ യൂണിറ്റ് തണുത്ത വെള്ളവും ചൂടുവെള്ളവും അണുനാശിനിയും ഉപയോഗിച്ച് ശുചീകരിക്കുന്നു. ഞങ്ങൾ 3 പേരും ഞങ്ങളുടെ ഭർത്താക്കന്മാരെ സഹായിച്ചുകൊണ്ട് ഈ ഫാമിൽ കൂടെ വർക്ക് ചെയ്യുകയാണ്. രാവിലെ കുട്ടികളെ വിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ 3 പേരും ഇറങ്ങി ഞങ്ങളാവുന്ന വിധം എല്ലാ ജോലിയിലും ഞങ്ങൾ സഹായിക്കുന്നുണ്ട്. പുറമേ പോയി ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യം ഭൂരിഭാഗം സ്ത്രീകളും. അതൊക്കെ ഒരുപക്ഷെ ഇതൊക്കെ അവർ കണ്ടു പഠിക്കുക തന്നെ വേണം. രാവിലെ കുട്ടികളെ അയച്ചിട്ട് ഞങ്ങളിവിടെ വന്നാൽ ഞങ്ങളാൽ ഇതുകൊണ്ട് എല്ലാ സഹായങ്ങളും ഞങ്ങൾ ഫുള്ളി എൻഗേജ്ഡ് ആയിരിക്കും. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് ഞങ്ങൾ എല്ലാവരും സാറ്റിസ്ഫൈ ആണ്. കാര്യം ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഹസ്ബൻഡ് എപ്പോഴും കൂടെയുണ്ട്. അവരുടെ കൂടെ ഞങ്ങൾ നിൽക്കുന്നു. ഞങ്ങൾക്ക് പുറത്തുപോയി എൻജോയ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഞങ്ങളുടെ ഫാമിൽ ഞങ്ങളെ കുട്ടികളുമായിട്ട് ഒഴിവ് സമയങ്ങളിലായാലും എല്ലാവരും ഫുള്ളി എൻഗേജ്ഡ് ആണ് ഇവിടെ. ആർക്കും ഒരു ബോറേഡിയുടെ ഒരു കാര്യമേ ഇല്ല. പുറമെ നിന്നവർക്ക് തോന്നുമ്പോൾ ഇവിടെ ഏത് സമയം തൊഴുത്തിലാണോ അങ്ങനെയാണോ ഇങ്ങനെയാണോ. സത്യത്തിൽ അങ്ങനെയല്ല. ഞങ്ങളിതൊക്കെ എൻജോയ് ചെയ്ത് സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ ജീവിതം ആസ്വദിക്കുക തന്നെയാണ്. ഫാമിൽ തന്നെ തയ്യാറാക്കുന്ന സൈലേജും കമ്പോളത്തിൽ നിന്നും വാങ്ങുന്ന വിലമാണ് പശുക്കളുടെ പ്രധാന ആഹാരം. കറവയ്ക്ക് ശേഷമാണ് ആഹാരം കൊടുക്കുക. കര ആഹാരത്തിന് ശേഷം CO3 ഇനം തീറ്റപ്പുല്ലും വൈക്കോലും പച്ചിലകളും നൽകുന്നു. നാല് ഏക്കറോളം വരുന്ന സ്ഥലത്ത് തീറ്റപ്പുല്ലും കൃഷി ചെയ്തു പോരുന്നു. പ്രധാനമായിട്ട് കൊടുക്കുന്ന തീറ്റ പെല്ലറ്റും സൈലേജും പച്ചപ്പുല്ലും. ഇപ്പം മഴ സീസണായതുകൊണ്ട് കച്ചിലും കൊടുക്കുന്നുണ്ട്. കച്ചിൽ വളരെ കുറവാണ്, അപൂർവമേ കൊടുക്കാറുള്ളൂ. സൈലേജിൻ്റെ ക്ഷാമം അനുസരിച്ചാണ് കച്ചിൽ കൊടുക്കുന്നത്. സൈലേജ് കോൺ സൈലേജാണ് ചെയ്യുന്നത്. പുല്ല് നമ്മൾക്കിപ്പം നേപ്പിയറും ഉണ്ട്, CO3 ഉണ്ട്. ഈ പുല്ലിനങ്ങളാണ് കൊടുക്കുന്നത്. 2 സമയമാണ് കറവ കഴിഞ്ഞാലാണ് തീറ്റ കൊടുക്കുന്നത്. ആദ്യം പെല്ലറ്റ് കൊടുക്കും, പെല്ലറ്റിന് ശേഷം സൈലേജ് കൊടുക്കും. സൈലേജിന് ശേഷമാണ് പച്ചപ്പുല്ലും കച്ചിലും യഥേഷ്ടം കൊടുക്കും. കുടിവെള്ളത്തിന്റെ സജ്ജീകരണം സ്വയം നിയന്ത്രിത സംവിധാനത്തിലൂടെയാണ്. ഫാമിലെ സ്വൈര ജീവിതത്തിൽ ആവശ്യമുള്ള സമയത്ത് ആവോളം വെള്ളം കുടിക്കാൻ പശുക്കൾക്ക് കഴിയുന്നു. പ്രതിദിനം 200 ലിറ്ററോളം വെള്ളം ഒരു പശു കുടിക്കുന്നു എന്നാണ് കണക്ക്. സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിന്റെയും ക്ഷീരവികസന വകുപ്പിന്റെയും ശ്രദ്ധയും സഹകരണവും ഫാമിലുണ്ടെന്നുള്ളത് ഹമദ് ഹംലാദ് അഷ്റഫ് സഹോദരങ്ങൾക്ക് ഏറെ ഊർജം പകരുന്നു. ഹമാദ് നമ്മുടെ വർക്കല ബ്ലോക്കിലെ ഒരു ഏറ്റവും നല്ലൊരു ക്ഷീര കർഷകനാണ്. 10 വർഷം കൊണ്ട് അദ്ദേഹം ഉള്ള പശുക്കളെ എല്ലാം നിലനിർത്തി പോകുന്നു. മാത്രമല്ല അവരുടെ ആ ഒരു കുടുംബത്തിൻ്റെ ഒരു ഐക്യത ഉണ്ട്. അവർ 3 സഹോദരന്മാർ കൂടെ ചേർന്ന് അവരുടെ ഭാര്യമാരും കുട്ടികളും എല്ലാം ചേർന്നാണ് ഈ ഫാം നോക്കി വരുന്നത്.
അപ്പോൾ അതിൽ ക്ഷീരസംഘത്തിലും പാൽ കൊടുക്കുന്നുണ്ട്. ബാക്കി ഇവർ പ്രാദേശിക വിൽപ്പനയാണ് നടത്തി വരുന്നത്. മാത്രമല്ല നമ്മൾ കൊടുക്കുന്ന ധനസഹായങ്ങളും അതെല്ലാം അതുപോലെ തന്നെ പരിപാലിച്ച് ആ മേഖലയിൽ തന്നെ അത് ഇൻവെസ്റ്റ് ചെയ്യാൻ ഹമാദ് ശ്രമിക്കുന്നുണ്ട്. ഹമാദ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരും ശ്രമിക്കുന്നുണ്ട്. വകുപ്പുമായി ഇപ്പോഴും നല്ല രീതിയിൽ നല്ല ബന്ധം തന്നെയാണ് അദ്ദേഹം പുലർത്തുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഹമാദ് എൻ്റെ ഈ മേഖലയുമായിട്ടുള്ള ഹമാദിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഈ നാട്ടിലുള്ള തന്നെ യുവാക്കൾക്ക് നല്ലൊരു പ്രചോദനമായി വേറെയും ഒരുപാട് യുവാക്കൾ ഈ മേഖലയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. തുറന്ന തൊഴുത്താണെങ്കിലും വൃത്തിയുടെ കാര്യത്തിൽ ഈ ക്ഷീര കർഷക സഹോദരങ്ങൾ ശ്രദ്ധാലുക്കളാണ്. യഥാസമയം ചാണകം വാരി മാറ്റുന്നതിലും തൊഴുത്ത് കഴുകി വൃത്തിയാക്കുന്നതിലും പശുക്കളെ കുളിക്കുന്നതിലും പ്രത്യേക നിഷ്കർഷ തന്നെ ഇവർ പുലർത്തുന്നു. തൊഴുത്തിൽ ചേർന്ന കൃഷിസ്ഥലത്തിന്റെ ഓരത്തുള്ള യാർഡിൽ ചാണകം സംഭരിക്കുന്നു. ഇതുണക്കി വിൽപ്പനയും നടത്തിപ്പോരുന്നു. തൊഴുത്ത് കഴുകി ഒഴുക്കുന്ന ജലം ടാങ്കിലൂടെ ശേഖരിച്ച് തീറ്റപ്പുൽ കൃഷിയിടത്തിലേക്കും എത്തിക്കുന്നു. ആർക്കും പറ്റും സാർ. ഞങ്ങളതിൽ ഒരു പൈസ ഇല്ലാതെ ഞങ്ങൾക്ക് സ്ഥലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ബാങ്കിനെ ആശ്രയിച്ച് ഞങ്ങൾ പ്രൊജക്ട് റിപ്പോർട്ട് കാണിച്ച് ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ആ എമൗണ്ട് എടുത്തത്. ഞങ്ങൾ അവതരിപ്പിച്ച അത് അവർക്ക് മനസ്സിലായി. അവർ ഞങ്ങൾക്ക് ലോൺ തന്ന് ഞങ്ങൾ ഇതുവരെ മുടക്കമില്ലാതെ അടച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ സാമ്പത്തികമായിട്ട് അച്ചടക്കം ഉണ്ടെങ്കിൽ സുന്ദരമായിട്ട് ഇപ്പോഴും കൊണ്ടുപോകാം ഡയറി ഫാമിംഗ്. പാരമ്പര്യ തന്മയിൽ നിന്നുകൊണ്ട് ആധുനിക സാങ്കേതിക തികവോടെയുള്ള ക്ഷീര കാർഷിക വൃത്തി എത്രമാത്രം വിജയപ്രദമാണെന്ന് കാട്ടിത്തരികയാണ് വർക്കലയിലെ ഹമദും സഹോദരനും. കാർഷിക ആഭിമുഖ്യം പുലർത്തുന്ന കുടുംബാംഗങ്ങളുടെ കൂട്ടായ്മയും അതിനപ്പുറമുള്ള നിശ്ചയദാർഢ്യത്തോടെയുള്ള ജീവിതവാഞ്ചയുമാണ് ഈ ക്ഷീര കർഷക കുടുംബങ്ങളെ നമുക്കിടയിൽ വ്യത്യസ്തരാക്കുന്നതും മാതൃകയാക്കുന്നതും. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए जैव उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മാംസ സംസ്കരണ യൂണിറ്റുകൾ സ്ഥാപിക്കാൻ സാങ്കേതികവിദ്യ. പച്ചക്കറി കൃഷിക്ക് ധനസഹായം. ആട് വളർത്തലിൽ പരിശീലനം. കാർഷിക വാർത്തകൾ വിശദമായി.
ഹൈദരാബാദിലുള്ള നാഷണൽ റിസർച്ച് സെന്റർ ഓൺ മീറ്റ് എന്ന ഇന്ത്യൻ കാർഷിക ഗവേഷണ കൌൺസിലിന് കീഴിലുള്ള സ്ഥാപനം ചെറുകിട മാംസ സംസ്കരണ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനും മാംസം അടിസ്ഥാനമാക്കിയുള്ള സോസേജ്, നഗറ്റ്സ്, മീറ്റ് ബോൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിനുള്ള സാങ്കേതിക വിദ്യയും ലഭ്യമാക്കുന്നുണ്ട്. കൂടാതെ മട്ടൺ ഹാം, ചിക്കൻ ബ്രസ്റ്റ്, ചിക്കൻ ലെഗ് തുടങ്ങിയവയെ സ്മോക്കിംഗ്, ക്യൂറിംഗ് സാങ്കേതിക വിദ്യയിലൂടെ സംസ്കരിക്കാനും ഉണക്കമാംസം, അച്ചാറ് എന്നിവ ഉണ്ടാക്കാനുള്ള സാങ്കേതിക വിദ്യയും സെന്ററിൽ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 040298042559. ഇമെയിൽ വിലാസം nrcmeat-director@yahoo.co.in. ചീരയിലെ ഇലപ്പുള്ളി രോഗം അകറ്റാൻ ബേക്കിംഗ് സോഡ, മഞ്ഞൾപ്പൊടി മിശ്രിതം 1:4 എന്ന അനുപാതത്തിൽ തയ്യാറാക്കിയത് 4 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ഇലകളുടെ ഇരുവശത്തും തളിക്കണമെന്ന് കിസാൻ അറിയിക്കുന്നു. പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി കൃഷിവകുപ്പ് നഗരങ്ങളിൽ ടെറസ് കൃഷി, കൂട്ടായി ക്ലസ്റ്ററുകൾ രൂപീകരിച്ചുള്ള കൃഷി എന്നിവ നടപ്പാക്കുന്നു. പമ്പ് സെറ്റ്, സസ്യ സംരക്ഷണ ഉപകരണങ്ങൾ തുടങ്ങിയവ വാങ്ങുന്നതിനും കൃഷി പരിപാലന ചെലവിനും തരിശുഭൂമിയിലെ കൃഷിക്കും ധനസഹായം ലഭിക്കും. മികച്ച നഗര കൃഷിക്കാർക്ക് അവാർഡ് നൽകുന്നതായിരിക്കും. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 1800-4251-661. വീട്ടുവളപ്പിലെ കോഴി വളർത്തലിന് ഗുണകരമായ കോഴിത്തീറ്റ എറണാകുളം കൃഷി വിജ്ഞാന കേന്ദ്രം വികസിപ്പിച്ച് വിപണനം തുടങ്ങിയിട്ടുണ്ട്. 10 കിലോഗ്രാം കൊള്ളുന്ന പാക്കറ്റിലാണ് ഇവ വിൽക്കുന്നത്. കോഴികളുടെ വളർച്ചയ്ക്കും മുട്ട ഉൽപാദനത്തിനും ഉതകുന്ന ധാതുക്കളും വിറ്റാമിനുകളും ലവണങ്ങളും അടങ്ങിയ ഈ തീറ്റ KVKയുടെ വിപണന കേന്ദ്രത്തിൽ നിന്ന് വാങ്ങാവുന്നതാണ്. കോഴിക്കോട് KVKയിൽ ശീതകാല പച്ചക്കറികളുടെ തൈകൾ ലഭ്യമാണ്. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0496-266-6041. ആട് വളർത്തൽ രംഗത്തേക്ക് യുവതി യുവാക്കളെ ആകർഷിക്കുന്നതിനും പശു വളർത്തലിൽ ഏർപ്പെട്ടിരിക്കുന്ന കർഷകർക്ക് അധിക വരുമാന മാർഗമെന്ന രീതിയിലും മിൽമ ട്രെയിനിംഗ് സെന്റർ 4 ദിവസം ദൈർഘ്യമുള്ള ആട് വളർത്തൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. ജൂലൈ 18 മുതൽ 21 വരെ തൃശൂർ രാമവർമ്മപുരത്തുള്ള മിൽമ ട്രെയിനിംഗ് സെന്ററിൽ നടത്തുന്ന പരിശീലനത്തിൽ പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ പേര് രജിസ്റ്റർ ചെയ്യുക. വിളിക്കേണ്ട ഫോൺ നമ്പർ 0487-269-5869. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 7600 രൂപ, കോഴിക്കോട് 8500 രൂപ, തൃശൂർ 7400 രൂപ. കൊപ്ര കൊച്ചി 5200 രൂപ, കോഴിക്കോട് 5200 രൂപ, തൃശൂർ 5135 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 69100 രൂപ, ഗാർബിൾഡ് 72100 രൂപ. ചുക്ക് മീഡിയം 16500 രൂപ, ബസ്റ്റ് 18000 രൂപ. മഞ്ഞൾ സേലം 10200 രൂപ, ഈറോഡ് 10400 രൂപ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 14000 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 14300 രൂപ. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 14000 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 14300 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 7600 രൂപ, കൊപ്ര 5200 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 1950 രൂപ, പിണ്ണാക്ക് റോട്ടറി 2000 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 69100 രൂപ, ഗാർബിൾഡ് 72100 രൂപ. ചുക്ക് മീഡിയം 16500 രൂപ, ബസ്റ്റ് 18000 രൂപ. മഞ്ഞൾ നാടൻ 11500 രൂപ. അടയ്ക്ക പുതിയത് 18000-നും 19000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 160-നും 180-നും മധ്യേ. ജാതിക്ക തൊണ്ടില്ലാത്തത് കിലോഗ്രാമിന് 350-നും 370-നും മധ്യേ. ജാതിപത്രി കിലോഗ്രാമിന് 500-നും 1000-നും മധ്യേ. ഗ്രാമ്പു കിലോഗ്രാമിന് 745 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 14000 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 14300 രൂപ. ഒട്ടുപാൽ 9000 രൂപ, ലാറ്റക്സ് 9500 രൂപ. കമ്പോള അവലോകനം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ജാതിക്കയ്ക്ക് ആവശ്യക്കാർ ചുരുങ്ങിയത് ഇടപാടുകളുടെ വ്യാപ്തി കുറച്ചു. മഴ മൂലം ഉൽപ്പന്നത്തിന്റെ ഉണക്ക് കുറഞ്ഞത് വിലകയറ്റത്തെ ബാധിച്ചു. മധ്യ കേരളത്തിൽ നിന്ന് പുതിയ ജാതിക്കയും ജാതിപ്പരിപ്പും ഉയർന്ന അളവിൽ വിൽപ്പനയ്ക്ക് എത്തി. രാജ്യത്തിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിൽ നിന്നും ഏലത്തിന് ആവശ്യം ഉയർന്നു. ലഭ്യത ചുരുങ്ങിയതിനാൽ കുമളി ലേലത്തിന് വന്ന 37,638 കിലോഗ്രാം ഏലയ്ക്ക് പൂർണ്ണമായി ലേലം കൊണ്ടു. മികച്ച ഇനങ്ങൾ കിലോയ്ക്ക് 1146 രൂപയിൽ കൈമാറി. നാളികേര ഉൽപ്പന്നങ്ങളുടെ വില കുറഞ്ഞു. മലബാർ മേഖലയിൽ കൊപ്രയുടെ ലഭ്യത ഉയർന്നതിനിടയിൽ മില്ലുകാർ സംഭരണം കുറച്ചത് കൊച്ചിയിൽ വെളിച്ചെണ്ണ വിലയെ ബാധിച്ചു.
വിപണിയുടെ പ്രതീക്ഷയ്ക്കൊത്ത് ആഭ്യന്തര ആവശ്യം ഉയരാത്തത് മൂലം അൺഗാർബിൾഡ് കുരുമുളക് വില 69,100 താഴ്ന്നു. റബ്ബർ വിലയിൽ മാറ്റമില്ല. ടയർ കമ്പനികളുടെ പിന്മാറ്റം മൂലം കൊച്ചി, കോട്ടയം വിപണികളിൽ 4ാം ഗ്രേഡ് ഷീറ്റ് വില സ്റ്റഡിയാണ്. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 27.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.6 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 28.5, 23.7, കൊച്ചി 31.4, 24, ആലപ്പുഴ 30.2, 23, പുനലൂർ 30.2, 22.8, തിരുവനന്തപുരം 30.1, കുറഞ്ഞ താപനില 22.9 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.